ഈ LDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണം കേട്ടിട്ടുള്ളത് ഒന്ന് പിൻവാതിൽ നിയമനം, കോഴ വാങ്ങൽ, കമ്മീഷനടി, ഇതൊക്കെയാണ്. സ്വന്തം പാർട്ടിക്കാരെ നിയമിക്കൽ, സ്വജനപക്ഷപാതം, ഇതിനൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം ഇവർ ചെയ്ത് അതിൻ്റെ മൂർധന്യത്തിൽ കൊണ്ട് എത്തിച്ചത് കാരണം ഇവരെന്ത് വിഷയം ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് ഉന്നയിച്ചാലും നാട്ടുകാർ വന്ന് തെറി വിളിച്ചിട്ട് പോകുന്നതല്ലാതെ ഇവർക്കതിന് ഫലപ്രാപ്തിയിലെത്താൻ സാധിക്കില്ല. കാരണം അത്ര വഷളാക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പുതിയ സർക്കാർ കാണിക്കുന്ന അഴിമതി അല്ലെങ്കിൽ ഈ പുതിയ സർക്കാർ കാണിക്കുന്ന ക്രമക്കേടിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ഇതില്ല, അവകാശമില്ല, അല്ലെങ്കിൽ അതിനൊരു ത്രാണിയില്ല എന്ന് പറയും. ഇവ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഈ എയ്ഡഡ് സ്കൂൾ നിയമനം, എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ നിയമനം. ആ നിയമനത്തിൽ ഒരു സർക്കാർ ഒരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാനലിൽ എക്സ്പേർട്ടുകളാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആ പാനലിലേക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ കൂടി ഈ ഓരോ പാനലിലും നിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. മലയാള മനോരമയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതെ, അതൊരു വലിയ കച്ചവടമായി മാറാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് കച്ചവടത്തിനുള്ള സാധ്യത തെളിയിക്കുകയാണ്. അല്ലെങ്കിൽ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ എന്തിനാണ് ഈ ഔദ്യോഗികമായിട്ട് എയ്ഡഡ് സ്കൂൾ മാനേജർമാർ അല്ലെ എയ്ഡഡ് സ്കൂളിലേക്കുള്ള നിയമനത്തിനകത്ത് വെക്കുന്നത് എന്നുള്ളതാണ്. മന്ത്രിമാരുടെ സ്റ്റാഫിൽപ്പെട്ട പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾ ഇവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്നുള്ള നിലയിൽ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വന്നവരാണോ അതോ അല്ലാതെ നിയമിക്കുന്ന ആളുണ്ടല്ലോ, അങ്ങനെ വന്നവരാണോ കാര്യം നമുക്ക് ഇപ്പോഴും നിശ്ചയമാണ്. അത് പ്രൈവറ്റ് സെക്രട്ടറിമാരാണ്. അപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ആവണം. കൂട്ടത്തിൽ 3 മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ, 5 മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ, ഇത്രയും പേരെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് കഴിഞ്ഞ മാസം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പരിഷ്കരിച്ചാണ് 7 മന്ത്രിമാരുടെ 8 ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളെ ഉൾപ്പെടുത്തി ഇക്കഴിഞ്ഞ 16-ന് ഇറക്കിയത്. അപ്പോൾ 7 മന്ത്രിമാരെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്നറിയാം? പൊതുവിദ്യാഭ്യാസം, പട്ടികക്ഷേമം, ടൂറിസം വകുപ്പ് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ, അതുപോലെ പൊതുവിദ്യാഭ്യാസം, പൊതുമരാമത്ത്, എക്സൈസ്, വനം, ഫിഷറീസ് മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ. ഈ പൊതുമരാമത്ത് വകുപ്പും വനം വകുപ്പും ഒക്കെ സ്കൂൾ അധ്യാപകരെ നിയമിക്കുന്ന കാര്യത്തിൽ എന്താണ് അവർക്കുള്ള ബന്ധം എന്നൊക്കെ മനസ്സിലാവുന്നില്ലല്ലോ. അതായത് ഇവരുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ ഈ പാനലിൻ്റെ ചുമതല എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ അവരെ ഇൻ്റർവ്യൂ നടത്തി നിയമിക്കാനുള്ള ഒരു പാനലാണല്ലോ. ആ പാനലിനകത്ത് സത്യത്തിൽ സർക്കാർ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഡെപ്യൂട്ടി സെക്രട്ടറി അല്ലെ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം സർക്കാർ പ്രതിനിധി എന്നാണ് വിദ്യാഭ്യാസ ചട്ടത്തിൽ പറയുന്നത്. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും അഡീഷണൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ളവരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവരെ പാനൽ ഉൾപ്പെടുത്തിയത്. ഓർത്തോണം, ഡെപ്യൂട്ടി സെക്രട്ടറിയോ ഡെപ്യൂട്ടി കളക്ടറോ റാങ്കിലുള്ളവരാണ് വേണ്ടത്. അപ്പോൾ ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും ആ റാങ്കിൽ താഴെയുള്ളവരാണ്. അവരെ എങ്ങനെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും? അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് ഓരോ വകുപ്പിനും വേണ്ടി ഇവിടെ പിടിപാട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഇവരുടെ ഇടപെടൽ, കംപ്ലീറ്റ് ഇടപെടൽ ഇതിനുള്ളിൽ വരും. അവിടെ പിണറായി സർക്കാരിന്റെ തുടർച്ച എന്ന് ഇപ്പോൾ പലരും ആക്ഷേപിക്കുന്നത് തന്നെ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള തെളിവാണിത്. ഉണ്ട്. അതായത് ആദ്യ ഉത്തരവിലെ പാനലിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള 39 ഉദ്യോഗസ്ഥരാണ്. അതായത് കഴിഞ്ഞ 8-ന് ഇറക്കിയ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. 16-ന് അത് പരിഷ്കരിച്ചപ്പോൾ മന്ത്രിമാരുടെ സ്റ്റാഫ് ഉൾപ്പെടെ 48 പേരായി. മന്ത്രിമാരുടെ അനുമതി ഉണ്ടോ എന്നതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും ഉന്നത ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അതായത് സർക്കാർ എന്ത് ചെയ്യുന്നു? സർക്കാർ മന്ത്രിമാർ അറിഞ്ഞിട്ടാണെങ്കിലും ഇല്ലെങ്കിലും ഈ അവരുടെ ഭാഗത്തു നിന്ന് ഇത്രയും ആൾക്കാരെ, അതായത് യോഗ്യതയില്ലാത്തവർ, ചട്ടത്തിൽ പറയാത്തവരെ നിയോഗിക്കുന്നതിലാണ് ദുരൂഹതയുള്ളത്. അപ്പോൾ ഇവരുടെ നിയമനത്തെ ആളുകളെ നിയമിച്ചപ്പോഴും ചോദ്യം ചെയ്താൽ ഹൈക്കോടതി സമീപിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ വഷളാവും. അല്ല, അത് ഈ മാനേജ്മെന്റ് അതിന് മുതിരത്തിൽ. അല്ലെങ്കിൽ പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ല, കാശ് കൊടുത്തിട്ടായിരിക്കും. അതായത് വിവിധ സഭകളുടെയും സമുദായങ്ങളുടെയും അല്ലേ. അപ്പൊ എന്തെങ്കിലും ഒരു സ്ഥാപിത താല്പര്യം ഈ മാനേജ്മെന്റുകൾക്ക് വേണ്ടി ഇവർ ഇത് ചെയ്തു കൊടുത്തതാകാനുള്ള സാധ്യതയാണ് ഒന്ന്. 2, ഈ പറയുന്ന പോലെ കച്ചവടത്തിനുള്ള ഒരു സാധ്യതയും ഇതിനകത്ത് 2 തരത്തിൽ വേണമെങ്കിൽ പറയാം. ഇപ്പം മാനേജ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ സഭകളും സമുദായങ്ങളുമാണ്. ഇവരുടെ അടുത്ത് ഒരു ബലം പിടിച്ചാൽ ഇവരത്
ചെയ്യുന്ന പതിവുണ്ട്. ഇപ്പം ഈ പാനലിൽ സ്കൂൾ മാനേജർ അല്ലെങ്കിൽ അയാളുടെ പ്രതിനിധി, പ്രിൻസിപ്പൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പാനലിൽ നിന്ന് മാനേജർ തിരഞ്ഞെടുക്കുന്ന ആൾ എന്നിവരാണ് നിയമന അഭിമുഖം നടത്തിക്കൊണ്ടിരുന്നത്. മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങൾ പാനലിൽ ഉൾപ്പെടുന്നത് പോലെ മാനേജർമാർ ഇവരെ തന്നെ സെലക്ഷൻ പാനലിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ സ്കൂൾ മാനേജരോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ പ്രിൻസിപ്പലോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പാനലിൽ നിന്ന് മാനേജർ തിരഞ്ഞെടുക്കുന്ന ആളോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഇവർ വേറെ സർക്കാർ ഉദ്യോഗസ്ഥർ തിരക്കി പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ പാനലിൽ ഇവരെ ഉൾക്കൊള്ളിച്ച സ്ഥിതിക്ക് ഇവരെ മാത്രമേ അതിലേക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അപ്പം ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളത്, ഇവർ മന്ത്രിമാരുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നവരാണ്. അവർക്ക് ഈ നിയമന ചുമതലയുടെ പേരിൽ ഈ ഇൻ്റർവ്യൂ വിളിക്കുമ്പോൾ ഓരോ തവണ ഇവർക്ക് അവിടെ എത്താൻ പറ്റും. മന്ത്രിയുടെ ഓഫീസ് തന്നെ പിടിപ്പത് ജോലിയുണ്ട്. പല മന്ത്രിമാർക്കും ഇപ്പോഴും പേഴ്സണൽ സ്റ്റാഫും പൂർണ്ണമായും നിയോഗിക്കപ്പെട്ടിട്ടില്ല. ചില മന്ത്രിമാർക്ക് പ്രൈവറ്റ് സെക്രട്ടറി പോലും ഇല്ല. എന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങൾ ഈ ഇടപെടലുകൾ ഇത് വളരെ സംശയം ജനിപ്പിക്കുന്നതാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾക്ക് തന്നെ ഈ തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കതർധാരികളെയും ഖദറിന് വില കൂടി, ഖദറിന് വിപണനം കൂടി. ഞാൻ കഴിഞ്ഞ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ മുഴുവൻ ആഡംബര കാറുകൾ കിടക്കുന്നുണ്ട്. എല്ലാം കൂടുതലും മടക്കോട്ടുള്ള ശേഷമുള്ളതാണ്. എല്ലായിടത്തും കതർധാരികൾ നിറഞ്ഞ് നിൽക്കുന്നു. അവിടുത്തെ പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കപ്പ് പോലും ഒഴിവില്ല. അത്ര ആൾക്കൂട്ടമാണ്. മസ്കറ്റ് ഹോട്ടലിൽ സർക്കാരിൻ്റെ ഹോട്ടൽ കൂടി ആയതുകൊണ്ടായിരിക്കും അവരുടെ വലിയ നേതാക്കന്മാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് താല്പര്യങ്ങൾ, ഈ നിയമനങ്ങൾ. നമുക്കറിയാം ഇന്ന് എയ്ഡഡ് മേഖലയിൽ കോളേജിൽ സ്കൂളിലൊക്കെ നടക്കുന്ന നിയമനങ്ങളുടെ പേരിൽ കോടികളുടെ ക്രമക്കേടാണ് ഓരോ മാനേജ്മെൻറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈക്കിൽ കോഴ വാങ്ങുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ LP അസിസ്റ്റന്റുമാർ സമരം നടത്തുന്നുണ്ട്, മണ്ണ് വാരി തിന്നും അല്ലാതെയൊക്കെ. അതിന് എന്താണ് സർക്കാർ പറയുന്നത്? ഞങ്ങൾക്ക് നിയമിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താ? തസ്തിക ഒഴിവില്ല. മനസ്സിലായില്ലേ? അതായത് LP സ്കൂൾ, സർക്കാർ സ്കൂൾ, എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നും LP സ്കൂളുകളിൽ ഈ പറയുന്ന പോലെ കുട്ടികളെത്തുന്നില്ല. ഡിവിഷൻ ഫോളാണ് എല്ലായിടത്തും. ഡിവിഷൻ ഫോളാണ്. ഇപ്പൊ പല സ്കൂളുകളും പൂട്ടിക്കഴിഞ്ഞു. ഒരു കുട്ടിയല്ലേ 2 കുട്ടിയെ വെച്ച് ഒരു അധ്യാപകർക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു അധ്യാപികയ്ക്ക് വേണ്ടി ഒരു സ്കൂൾ അല്ല അധ്യാപകന് വേണ്ടി ഒരു സ്കൂൾ നിലനിർത്താൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ മാനേജ്മെന്റ് നിയമനത്തിൽ വലിയൊരു കളി നടന്നിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കാണുന്ന എനിക്ക് മനസ്സിലായിടത്തോളം ഇപ്പം ഇതിനകത്തുനിന്ന് ഈ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ അല്ലെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ സർക്കാർ പ്രതിനിധിയാക്കി പാനലിൽ ഉൾപ്പെടുത്തുന്നു. ഇത് ഇങ്ങനൊരു ഇൻ്റർവ്യൂ, ഒരു നിയമനത്തിനൊരു ഇൻ്റർവ്യൂ വരുമ്പോൾ ഈ പാനലിലിരിക്കുന്ന 3 പേരൊന്ന് സ്കൂൾ മാനേജർ, പ്രിൻസിപ്പൽ, അതിൻ്റെ കൂടെയുള്ള ഈ സർക്കാർ പ്രതിനിധി. അപ്പോൾ ഈ സർക്കാർ പ്രതിനിധി വരുന്ന ആൾക്ക് ഇതെന്താണെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞുകൂടായിരിക്കാം. അതെ. ഇനി അയാൾ വന്നില്ലെങ്കിൽ പോലും ഇവർ 2 പേരും കൂടെ കൂടി ഇതങ്ങ് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു നീക്കമായിരിക്കും. ഇപ്പം ഈ സർക്കാർ പ്രതിനിധിയെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞ് ലെറ്റർ അടിക്കുമ്പോൾ സർക്കാർ പ്രതിനിധി അവിടുന്ന് തനിക്ക് ജോലി തിരക്കുണ്ട്, തനിക്ക് അസൈൻമെൻറ്റ് നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞൊരു അനുമതി പത്രം ചിലപ്പോൾ അവൻ കൊടുക്കും. അങ്ങനെ കൊടുക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ തോതിലുള്ള സംശയാസ്പദമായ സാഹചര്യം തന്നെയാണുള്ളത്. അതാണ്. അപ്പോൾ അതെന്താണെങ്കിലും എന്തിനാണ് UDF സർക്കാർ ഇത്തരമൊരു ഇടപെടൽ അതിനകത്ത് നടത്തിയിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്തതുപോലെ ഈ അഴിമതിക്ക് പേരുകേട്ട ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും അവിടെ തുടരുന്നു. അതെ. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഇറക്കി വിടാതെ KR രതീഷിനെ പോലുള്ള ആൾ അവിടെ തന്നെ പ്രദർശിച്ചിരിക്കുന്നു. ഇപ്പോഴും ഇന്നും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷത്തിൽ പോലും അയാൾ ഇപ്പോഴും ആ പദവിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ആളുകളെ എന്തുകൊണ്ട് ഇവർ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. പിണറായി സർക്കാർ കാട്ടിക്കൂട്ടിയ വിക്രികളുടെ പേരാണ് അവരെ ജനങ്ങൾ ആട്ടി ഓടിച്ചത് എന്നുള്ള കാര്യം ഒരുപക്ഷെ പലരും മറക്കുന്നുണ്ടോ എന്ന് നമ്മൾ. അല്ല, ആ ഒരു ബോണസിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇവരുടെ കളി. അതല്ല, അവർ ആവശ്യത്തിന് പേരുദോഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവരിപ്പോൾ എന്ത് ചെയ്താലും ജനം അവരെ തെറി പറയത്തുള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ഇതിനെ എതിർക്കേണ്ടത് അവരാണ്. അവരിവിടെ എതിർക്കാൻ വരുമ്പോൾ ജനം അവരെ തെറി പറയും. നീയൊക്കെ ഇത് കാണിച്ചു കൂട്ടിട്ട് പോയവന്മാരല്ലടാ എന്നുള്ള ചോദ്യം വരും. ആ ഒരു ധൈര്യത്തിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അതെ, ആ ഒരു ധൈര്യത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം കരുതാൻ. എന്താണെങ്കിലും ഈ സർക്കാരിൻ്റെ പല നീക്കങ്ങളിലും നടപടികളിലും വളരെ സംശയകരമാണ്. അതിന് യാതൊരു സംശയവുമില്ല. ആ സംശയം ദൂരീകരിക്കേണ്ടത് സർക്കാരാണ്. ഇന്നിപ്പം ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വിവാദം കണ്ടായിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ്റെ അമ്മായിപ്പൻ കൊച്ചിയിലെ ഏതോ ഹോസ്പിറ്റലിൽ രോഗബാധിതനായി കഴിയുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം ഇവിടുന്ന് ഹെലികോപ്റ്റർ വിട്ടുപോയത്. ഇനി അടുത്ത ദിവസത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിക്കും ഇതെന്തായിരിക്കും. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തപ്പോൾ എന്തിനാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത്, എന്ത് അടിയന്തര സാഹചര്യം ഇവിടെ ഉള്ളതെന്ന് ചോദിച്ച് അതിനെതിരെ ഏറ്റവും വലിയ പ്രചാരണം നയിച്ച ആളാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ. ഹെലികോപ്റ്റർ വിട്ടു കൊടുത്തിട്ടില്ല, ഇപ്പോഴും ഹെലികോപ്റ്റർ ഇരിപ്പുണ്ട്. അതേ സതീശൻ തന്നെ ഇപ്പോൾ പറയുന്നു, എന്ത് പറയുന്നു, ഇത് പറന്നു കിടക്കും. അപ്പോൾ ഹെലികോപ്റ്റർ വിട്ടുകൊടുക്കണ്ടെന്ന് പറയുന്നു.
ഹെലികോപ്റ്റർ ചിപ്സൺ ഏവിയേഷൻ്റെ അത് അവർ ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. കഴിഞ്ഞ 48 കോടി രൂപയ്ക്കാണ് പിണറായി വിജയൻ സഞ്ചരിച്ചത്. ഓരോ വർഷവും ഇത്ര രൂപ വെച്ച് 48 കോടി രൂപയുടെ സഞ്ചാരം പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും UDF സർക്കാർ സംശയത്തിന് അതീതരല്ല, അവർ സംശയ നിഴലിൽ തന്നെയാണുള്ളത്. ഈ സംശയം ദൂരീകരിക്കാനുള്ള നടപടി ഉണ്ടാവണം.